കോവയ്ക്ക തോരൻ ഇങ്ങനെ വെച്ച് നോക്കിയാൽ പാത്രം കാലിയാകുന്നത് നമ്മൾ പോലും അറിയത്തില്ല. അപ്പോൾ കോവയ്ക്ക തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ആദ്യം പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ് വേണ്ടുന്നത്. കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കേണ്ടത്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും നന്നായി മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. ഇതിനൊരു 4-5 ചെറിയുള്ളി എടുത്താൽ മതിയാകും. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതായത് ഒരു ബ്രൗൺ കളറൊന്നും വരണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. വഴണ്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർക്കുകയാണ് വേണ്ടുന്നത്. കോവയ്ക്ക ഇതുപോലെ ചെറുതായി അരിയണം, എങ്കിൽ മാത്രമേ പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ. അപ്പോൾ ആ ടേസ്റ്റും കിട്ടത്തുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. ആ സമയം കൊണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ജീരകവും ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ജീരകവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം മൂടി തുറന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് തിരികെ തേങ്ങ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് വേവിക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.